കുവൈത്തിനും ബഹ്റൈനും നേർക്ക് വീണ്ടും മിസൈൽ ആക്രമണം. ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതിന്റെ ആശങ്കകൾക്കിടയിൽ സമാധാന ചർച്ചയ്ക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി തെഹ്റാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായി ഇന്ന് ചർച്ച നടക്കും. അമേരിക്കയുടെ പുതിയ സന്ദേശവുമായാണ് പാക് മന്ത്രി ഇറാനിലെത്തിയത്. തുടർച്ചയായ ആക്രമണങ്ങൾ ശക്തമായ പ്രതിഷേധം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കെ US സമാധാന ചർച്ചകളുടെ ഭാവിയും പ്രതിസന്ധിയിലാണ്. അമേരിക്കൻ നീക്കം മേഖലയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ലബനാനിലും ഗസയിലും കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ. MC നാസർ ചേരുന്നുണ്ട് സമഗ്രമായ വിശദാംശങ്ങൾ നൽകാനായി. നാസർ, എപ്പോഴുമുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു വശത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് ആക്രമണം ശക്തമാകുന്നു. കുവൈത്തിനും ബഹ്റൈനും നേർക്ക് വീണ്ടും മിസൈൽ ആക്രമണം എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ജിന്ന് വെളുപ്പിനാണ് നേരത്തെയൊക്കെ സംഭവിച്ച അതേ സമാനമായ മാതൃകയിലുള്ള ആക്രമണവും പ്രത്യാക്രമണവും ഇന്ന് രാവിലെയും രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സംഭവിച്ചതുപോലെ അമേരിക്കൻ സേനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കടന്നാക്രമണമാണ് ഇറാന് നേരെ ആദ്യം ഉണ്ടായിരിക്കുന്നത്. കിഷം ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. ആ ആക്രമണത്തിൽ വിവിധ റഡാർ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും തകർത്തതായിട്ട് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നുണ്ട്. ഇതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്കാണ് തങ്ങൾ ഗൾഫ് മേഖലയിലെ 2 സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയതെന്നാണ് IRGCയുടെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ ആക്രമണം അല്ലെങ്കിൽ മിസൈലുകൾ വന്ന് പതിച്ചത് കുവൈത്തിലേക്ക് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളറിയാം വലിയ തോതിലുള്ള വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു കുവൈത്ത് വിമാനത്താവളത്തിന് നേർക്ക് ഉണ്ടായത്. ഒരാൾ കൊല്ലപ്പെടുകയും കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരനാണ്. അതിന് പുറമെ 63 പേർക്ക് പരിക്കേൽക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരുന്നു. അതിൻ്റെ ഒരു പ്രത്യാഘാതം കെട്ടടങ്ങും മുമ്പ് തന്നെയാണ് വീണ്ടും കുവൈത്തിലേക്ക് 7ഓളം മിസൈലുകൾ, വലിയ തോതിലുള്ള മിസൈലുകൾ വന്ന് ആക്രമണം നടത്തിയതെന്ന ഒരു റിപ്പോർട്ടാണ് കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം നൽകുന്നത്. പക്ഷേ ഈ മിസൈലുകളൊക്കെയും പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചതായി കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ 5ാം കപ്പൽപ്പട സ്ഥിതി ചെയ്യുന്ന ബഹ്റൈന് നേർക്കും രാവിലെ ഏതാണ്ട് അതേ സമയത്ത് തന്നെ ആക്രമണം വന്നിരുന്നു. വലിയ ഭയാശങ്കകളാണ് ഈ 2 രാജ്യങ്ങളിലും അതോടൊപ്പം മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലും ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. കാരണം തുടർച്ചയായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ നിലനിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് നിരന്തരം അത് ലംഘിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുന്നു. അമേരിക്കൻ സൈന്യം ഇറാന് നേരെ ആക്രമണം നടത്തുന്നു. അതിന് തിരിച്ചടി എന്ന നിലയ്ക്ക് ഗൾഫ് മേഖലയിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ചർച്ച വഴിമുട്ടി എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ അതിൽ വലിയ പുരോഗതി ഒന്നും ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല എന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ന് ഏറ്റവും അവസാനം നടത്തിയ പ്രതികരണത്തിലും അദ്ദേഹം വ്യക്തമാക്കുന്നത് ചർച്ചകൾ കൃത്യമായിട്ടുള്ള ദിശയിൽ പോകുന്നുണ്ട്. പക്ഷേ തിരക്ക് കൂട്ടുന്നില്ല. വളരെ സാവകാശത്തിൽ ഒരു തീർപ്പുണ്ടായാൽ മതി. കാരണം മറ്റ് പല വിഷയങ്ങളും ഏറ്റവും നിർണായകമായിട്ടുള്ള ആണവ പദ്ധതി ഉൾപ്പെടെ ഉള്ള കാര്യത്തിൽ ഈ കരാറിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി മുഹ്സിൻ നഖ്വി അല്പം മുമ്പാണ് ഇപ്പോൾ തെഹ്റാനിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി സ്വീകരിച്ചു. ഇന്ന് രാത്രി തന്നെ മിക്കവാറും ഒരു കൂടിക്കാഴ്ച ഈ 2 മന്ത്രിമാർ തമ്മിൽ നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് തെഹ്റാനിൽ നിന്ന് വരുന്നത്. അമേരിക്കയുടെ ഒരു പുതിയ സന്ദേശവുമായിട്ടാണ് പാക് ആഭ്യന്തരമന്ത്രി തെഹ്റാനിൽ എത്തിയതെന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ നേരത്തെ നൽകിയിരിക്കുന്ന ഭേദഗതി നിർദ്ദേശത്തിന് ഇറാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അല്ലെങ്കിൽ പ്രതികരണം അമേരിക്കയ്ക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതിന് കുറെ കൂടി പെട്ടെന്ന് തന്നെ അക്കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നൊരു അഭ്യർത്ഥന കൂടി ഒരുപക്ഷേ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഇറാൻ നേതൃത്വത്തിന് മുമ്പിൽ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുല്ല മുജ്തബ ഖാംനയുമായിട്ടും പാക് ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാന്റെ ഇടപെടലിലൂടെ ഇറാനിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം തേടുക, ആ പ്രതികരണം അമേരിക്കയ്ക്ക് കൈമാറുക. തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് നിർണായക യോഗം വിളിച്ചു ചേർത്തിട്ടായിരിക്കും ഇറാന്റെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനം കൈക്കൊള്ളണം എന്ന ഒരു തീർപ്പിലേക്ക് എത്തുക എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ശക്തമാകുന്നത്. അപ്പോൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തുന്നു, ഇറാൻ പ്രത്യാക്രമണം എന്നോണം അത് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുന്നത്. കൂടുതൽ സംഘർഷം കലുഷിതമാകുന്നത് ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളെ തന്നെയാണ്, അവരെ തന്നെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ചർച്ച സുഗമമായി പോകുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം അത് എത്രത്തോളം ഉണ്ട്? ഇന്ന് അറാഗ്ചിയുമായുള്ള കൂടിക്കാഴ്ച അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്?
ജീന, ഇതിപ്പോൾ ഗൾഫ് മേഖലയിൽ നിന്നിപ്പോൾ ഖത്തറും സൗദി അറേബ്യയുമാണ് വളരെ സജീവമായി തന്നെ ഈ മധ്യസ്ഥ നീക്കങ്ങളിൽ പാകിസ്ഥാനുമായിട്ട് സഹകരിക്കുന്നത്. നിരന്തരം ആശയവിനിമയം ഈ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാനുമായി നടത്തുന്നുണ്ട്. മറ്റു രാജ്യങ്ങളുടെയും ഒരു വിശ്വാസത്തിലെടുത്തുവെങ്കിൽ പോലും നിരന്തരമായി തങ്ങളുടെ പരമാധികാരങ്ങൾ ലംഘിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതിൽ കുവൈത്ത് ആകട്ടെ, UAE ആകട്ടെ, ബഹ്റൈൻ ആകട്ടെ, മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെയും വലിയ തോതിലുള്ള പ്രതിഷേധമാണ്. അവർ UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇക്കാര്യം തങ്ങളുടെ പ്രതിഷേധം രേഖാമൂലം തന്നെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ഒറ്റക്കെട്ടായുള്ള ഒരു തീരുമാനം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ രൂപപ്പെടണമെന്ന ഒരു അഭിപ്രായമാണ് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കോ ഇപ്പോൾ തങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഒരുമിച്ച് തിരിച്ചടി നൽകുക എന്നതൊക്കെയും അത് തൽക്കാലം വേണ്ടതില്ല എന്നൊരു തീർപ്പിലേക്കാണ് ഇപ്പോൾ ഖത്തറും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും എത്തിയിരിക്കുന്നത്. കാരണം നയതന്ത്ര പ്രശ്നപരിഹാരം തന്നെയാണ് പ്രാമുഖ്യം നൽകേണ്ടത്. അതിലൂടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത്. അതല്ലാത്ത നീക്കങ്ങൾ കൂടുതൽ വലിയ വ്യാപ്തിയുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഒരു ആശങ്ക ഈ രാജ്യങ്ങളൊക്കെയും പങ്കുവെക്കുന്നുണ്ട്. അതോടുകൂടിയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ വളരെ കരുതലോടുകൂടി മാത്രം പ്രതികരിക്കുക എന്നൊരു തീർപ്പിലെത്തിയിരിക്കുന്നത്. പക്ഷേ അമേരിക്കയോട് പിന്നെ ഈ രാജ്യങ്ങളൊക്കെയും വ്യക്തമാക്കുന്നത് തങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുക. ഒരു തീർപ്പിലേക്കും കരാറിലേക്കും എത്തുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടി അതിൽ പങ്കാളിത്തം വേണം എന്ന ഒരു നിർദ്ദേശം GCC രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഏകപക്ഷീയമായിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ തീർക്കേണ്ട ഒരു പ്രശ്നം മാത്രമല്ല ഇത് മേഖലയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു ഘടകം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്ക ഇതേ സമാന സ്വഭാവത്തിൽ ആക്രമണങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ മേഖലയുടെ അടിത്തറ തന്നെ തകർക്കുമാറുള്ളൊരു വ്യാപക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവും. അതിന് തങ്ങൾ മാത്രമായിരിക്കില്ല ഉത്തരവാദികൾ എന്ന ഒരു മുന്നറിയിപ്പാണ് അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ലബനാനിലും ഗസയിലും യുദ്ധവിരാമം വേണം എന്നത് ഇറാന്റെ നേരത്തെയുള്ള ഒരു ആവശ്യമാണ്. കാരണം ഒരു സമഗ്രമായിട്ടുള്ള ഒരു വെടിനിർത്തലാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഏറ്റവും അനിവാര്യമെന്ന് ഈ രാജ്യം ഇറാൻ നേരത്തെ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ ഭാഗം എന്ന നിലയ്ക്കായിരുന്നു അമേരിക്ക ഇടപെട്ടുകൊണ്ട് ലബനാനിൽ ഒരു വെടിനിർത്തലിനുള്ള ഒരു തീർപ്പിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ആ വെടിനിർത്തൽ ഒട്ടും പ്രായോഗികമായിട്ടില്ല. നിരന്തരമായിട്ടുള്ള കടന്നുകയറ്റവും ആക്രമണവും കുരുതിയും ലബനാനിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗസയിലേക്കും ആ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വ്യാപ്തിയുള്ള രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നിരവധി പേരാണ് ഇന്നും ഇന്നലെയുമായി ഗസയിലും അതോടൊപ്പം തന്നെ ലബനാനിലും കൊല്ലപ്പെടുന്ന ഒരവസ്ഥയുണ്ടായത്. അതുകൊണ്ട് തന്നെ ലബനാനിലെ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ നടക്കുന്ന പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന അമേരിക്ക ഇറാൻ ചർച്ചകൾ അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്താനുള്ള വലിയ സാധ്യതയും കുറഞ്ഞിരിക്കുകയാണ് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ. ജിന.